ഗായ്സ് നമ്മൾ ഹോസ്റ്റലിൽ ഇറങ്ങി കേട്ടാ. നമ്മളന്ന് കടിയിട്ടപ്പോൾ രക്ഷിച്ചത് ഏതോ ഒരു ക്ലിച്ചു എന്നുള്ള അയാളാണ്. ഇപ്പം ഞാനിപ്പോൾ ഹോസ്റ്റലിൽ ആയിട്ട് 4 മാസമായി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അവരോട് നല്ല രീതിക്ക് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. പിന്നെ ഇപ്പോൾ നമ്മൾ സോംബി വൈറസെല്ലാം പോയി ഗായ്സ് ഉണ്ടാ. ഇപ്പോൾ സോംബി വൈറസെല്ലാം പോയി. ഞാനിപ്പം ഈ ഹോസ്റ്റലിലേനും ഉണ്ടായേ. അപ്പോൾ നമുക്ക് ഈ ഹോസ്റ്റലിനോട് ടാറ്റ വന്നിട്ട് നമുക്ക് പോവാം. നമ്മൾ ബൈക്കും പിന്നെ ആ ക്ലിച്ചുവിന അത് പറയുന്ന ആ ചെക്കനി കൊണ്ടുവന്നിനി. അപ്പോൾ നമുക്ക് ആ ക്ലിച്ചു എനിക്ക് പോയി. അപ്പോൾ നമ്മൾ ഇന്ന് ആ ക്ലിച്ചുവിനെ കണ്ടെത്തി ഓരോ താങ്ക് യു പറയാൻ കളിച്ച്. അപ്പോൾ ഡോക്ടർ ക്ലിച്ചുവിൻ്റെ ലൊക്കേഷനിൽ തന്നിട്ടുണ്ട്. അത് മറ്റേ ബീച്ചിനടുത്തുള്ള ഒരു കുഞ്ഞു വീട്ടിലാണ്. അപ്പം നമുക്ക് ആടെ പോവാം. ബീച്ചിൻ്റെ ഇങ്ങോട്ടാണ് ഒരു ട്രെയിൻ പാലെല്ലാം അങ്ങോട്ടാണ് നേരത്തെ പറഞ്ഞത്. ബീച്ചിൻ്റെ സൈഡായിട്ട് ട്രെയിൻ പാലുണ്ട് പൊളിച്ചങ്ങോട്ട്. അതിൻ്റെ അടുത്തുള്ള കുറേ വില്ലേജെല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ആ വില്ലേജിൽ എവിടെയാണ് വളരെ പിന്നെ ചെറിയൊരു അപ്പോൾ ഇന്ന് നമ്മൾ ആ ക്ലിച്ചുവിനോട് ചെക്കനെ കണ്ടെത്തി പോന്ന്. ആ ചെക്കനെ ഇതുപോലെ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് മനസ്സിലാവാനില്ല. ട്രെയിന് ഇങ്ങോട്ടേക്കാണ് വന്നത്. ക്ലിച്ചു ഇവിടെ ഏതോ ഒരു വീട്ടിലാണ് പറഞ്ഞത്. ലൊക്കേഷനൊന്നും പറഞ്ഞിട്ടില്ല. ലൊക്കേഷൻ തന്നിനി ഇവിടെ എവിടെയോ ആയിട്ടാണ്. പിന്നെ അവൻ്റെ ഫുൾ നെയിം പറഞ്ഞതിന് അവൻ്റെ ഫുൾ നെയിം എന്ന് പറയുന്നത് ക്ലിച്ചു എന്നാണ്. അപ്പം ഈടെ ആയിട്ടാണ് അവൻ്റെ ലൊക്കേഷൻ തന്നത്. അപ്പോൾ ഇവിടെ ഉള്ള ഒരു ചേച്ചിയോട് ചോദിച്ചേക്കാം. ചേച്ചി എന്നാടാ മോനെ മതിയാനോ? അതല്ല ചേട്ടി എന്നാ നല്ല കളിയാക്കാതെ വന്നിയാ വേറെക്ക് പോണം. ഗായ്സ് ആ ചേച്ചി നമ്മൾ അടിച്ചോടിച്ച് അത് അറിയാതെ ചട്ടി കഴിച്ചപ്പോൾ അതിന് പോയി. അപ്പം ആടാന്നിട്ട് വേറെക്ക് കളിയാക്കാണ്ട് പോകാൻ വേണ്ടി കളിയാക്കി. നമുക്ക് ഈടൊന്നും പോലെ ആള് പോയി കാണുന്നില്ല. അപ്പം നമ്മുടെ പെന്തലാണ്. ഇവിടെ വേറെ ചേച്ചി ഉണ്ട്. ആദ്യം ചെട്ടി എന്ന് പറയുന്നത്. ഇവിടെ വേറെ ചേച്ചി ഉണ്ട്. ചേച്ചി ഈ ഓട്ടോ പണിയുന്ന ഒരാളെ വീട് എത്തിയാ? അയാളെ വീടാണ് ആ കാണുന്ന വീടാണ്. താങ്ക് യു ചേച്ചി. ഗായ്സ് അപ്പം ഈ ചേച്ചി നമുക്ക് വീട് പറയുന്നത് ഈ വീടാണ്. ഈ വീട്ടിലിപ്പോൾ ആരും പുറത്തൊന്നും കാണുന്നില്ലല്ലോ. അത്യാവശ്യം വലിയ വീട് തന്നെയാണ്. നമുക്ക് ഈ ഹെൽമെറ്റ് കൂടിയിടാം. ഹെൽമെറ്റ് ചൂടടിക്കുന്നത്. വീട്ടിലൊന്നും ആരും ഇല്ലല്ലോ. ചിലപ്പോൾ പുറത്തൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് വരുന്നതിൽ ഒന്ന് കാത്തു നിൽക്കാം. ഗായ്സ് നമ്മൾ കുറേ സമയം കാത്തു നിന്നപ്പോൾ നമ്മൾ ആളിവിടെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളാണ്. താങ്ക് യു ചേട്ടാ. അതൊന്നും കുഴപ്പമില്ലടാ, ഇതെല്ലാം നമ്മളെ കടപ്പാടല്ലേ. ഒരാൾ സോമി അടിക്കുന്നുണ്ടാകുന്ന നോക്കിക്കാണ് രക്ഷിക്കാൻ കളിച്ചു. ഓക്കെ താങ്ക് യു. ഞാൻ നീ പോയിക്കോ.
എനിക്ക് വേറെ സ്ഥലത്ത് പോകാനുണ്ട്. ഓക്കെ, എന്നാൽ ഞാൻ പോട്ട്. ഗായ്സ്, ഞാനിവിടെ വന്നപ്പോൾ ഒരു വല്ലാത്ത ഒച്ച ഉണ്ട്. അതെന്നാ അതേതാ വണ്ടി? അതേതാ വണ്ടി? ഇതാണ് വീട്. ഗായ്സ്, ഇവിടെ ഒരു സൂപ്പർ ഉണ്ട് ഗായ്സ്. നമുക്ക് ഈ സൂപ്പർ മെല്ലെ എടുത്തിട്ട് പോയാലോ? ഗായ്സ്, വീട് ഒരാൾ വന്നിട്ട് ഇത് ഓണാണെന്ന് തോന്നുന്നത്. നമ്മളെ വണ്ടിക്ക് അടിക്കുന്നത് ഇപ്പം ചേട്ടൻ എന്നാ പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാടാ എൻ്റെ വണ്ടിയിൽ കാലിയാ. ഒന്നില്ല ചേട്ടാ, ഞാൻ വെറുതെ വന്നപ്പോൾ ഒന്ന് നോക്കിയതാ. ഇനി അങ്ങനെ നോക്കണ്ട. വേറെ ഇവിടെ സ്ഥലം കാലിയാക്കടാ. ഇപ്പം സ്ഥലം കാലിയാക്കാം. ഗായ്സ്, ആ ചേട്ടൻ നമ്മളെ അടിച്ചിട്ട് അതുപോലെ നല്ല വേന എടുക്കുന്നു. നമുക്ക് ആ ചേട്ടനിക്കൊരു പണി കൊടുക്കാം. ആ ചേട്ടനിക്കൊരു പണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ചേട്ടനിക്ക് പണി കൊടുക്കും സൂപ്ലയും അടിച്ചു മാറ്റാം. അപ്പോൾ ആ സൂപ്ല അടിച്ചു മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കമന്റ് ചെയ്യുക. ചേട്ടന് പണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതും അടിയിൽ കമന്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ ബൈ.